പാലിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി ആഹാ സേനബ, നല്ല ചിക്കൻ കറീന്റെ മണുണ്ടല്ലോ. ആ മണം മുഴുവൻ വലിച്ചു കെട്ടിട്ട് ആ ഉള്ള ചിക്കൻ കറിന്റെ ചൂര് മണൊന്നും കൊണ്ടേ കളയല്ലോ. മണം പിടിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ വലിച്ചിട്ട് പോണ മണാനിട്ട് പോട്ടെ. ആ എനക്ക് അങ്ങനെയൊക്കെ പറയാ. അതെ, എന്റെ സുക്കൂർമോന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അതിന്റെ മണം അങ്ങനെ പിടിക്കാൻ നിക്കണ്ട, ചെക്കനെ വയറ്റിളക്കാനായിട്ട്. സുക്കൂർ മോനോ? എനിക്കിനി ഞാനറിയേണ്ട വല്ല കുട്ടികളുണ്ടോ? ദേ ഗുൽസോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ കടന്ന് വളമ്പിയിട്ടുണ്ടെങ്കിൽ മത്തിത്തല കീറിയിട്ട് പൂച്ചക്കിട്ട് കൊടുക്കണം. ഞാൻ തല ഞാൻ കീറി വെച്ചെറിയും. അതാരിപ്പോ പ്രത്യക്ഷപ്പെട്ട പുതിയ അവതാരം? ആ എന്നോട് ഞാനത് പറഞ്ഞിട്ടില്ലേനല്ലേ. എനിക്ക് നിലമ്പൂരെ വകയിലൊരു അമ്മായി ഉണ്ട്. അമ്മായിക്കൊരു മോനുണ്ട്, ഓനാണ് സുക്കൂർ. അമ്മായിക്കാണെങ്കിൽ പണ്ട് തൊട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓനാണെങ്കിൽ നാട്ടില് വലിയ സൽസ്വഭാവിയാണ്. എന്ത് വാക്ക് അറിയാതെ പറഞ്ഞു പോയാൽ പോലും ഓൻ പാലിക്കും. അതുകൊണ്ട് നാട്ടുകാർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നാട്ടുകാരൊക്കെ കൂടി ഓൻ അവിടുന്ന് പായിച്ചു വിട്ടു എന്നാ പറയണത്. സൽസ്വഭാവിയായ ആള് നാട്ടിന്ന് പറഞ്ഞേക്കേ, ഇതെന്ത് സ്വഭാവ? ആടി ഉത്സവം. അല്ല, സുക്കൂർ എത്തിയെന്നാ തോന്നണേ. അല്ല, എന്റെ സുക്കൂർ മോനെ. അറിഞ്ഞ പോലെ ഞാന് പോയി നോക്കിയിട്ട് ഏതാ സൽസ്വഭാവിന്ന്. അവന്റെ മോനെ സുക്കൂറി, എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്. എന്ത് ചെയ്യുന്ന ഇപ്പൊ തത്ത, എന്താ ചെയ്യാൻ? നാട്ടുകാർക്കൊക്കെ പിന്നെ സൽസ്വഭാവം പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കാലം പോയൊരു പോക്കേ. എന്തേ സംഭവം? അത് എന്നോട് ഞാൻ പറഞ്ഞില്ല കുൽസോ. ഓന് നാട്ടില് ഭയങ്കര സത്യസന്ധതയും പറഞ്ഞ വാക്ക് പാലിക്കണ ആളായതുകൊണ്ട് നാട്ടുകാർക്ക് ഓനോട് കണ്ണുക്കടി ഓൻ നന്നാവണേല്. അതുകൊണ്ട് നാട് കടത്തി വിട്ടുക ചെറുക്കനെ പാവം. അതുകൊണ്ട് കുറച്ച് ദിവസം എന്തായാലും ഓന് നമ്മളൊപ്പം ഉണ്ടാവും. അത്ര സത്യസന്ധനായിട്ടാണ് എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്റെ താത്തപ്പ എന്ത് ചെയ്യാൻ? ഞാൻ എന്ത് പറഞ്ഞാൽ എനിക്കത് പാലിച്ചേ പറ്റൂ. ഞാൻ എന്ത് പറഞ്ഞാൽ അത് പാലിച്ചിട്ടും പിന്നെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂലാന്നേ. വല്ലാത്ത ജാതി നാട്ടുകാരെന്നെ. എന്നാ കുൽസു വെച്ച് പോയിക്കോ, ഞാൻ ഓനക്ക് എന്തെങ്കിലും തിന്നാൻ എടുത്തു കൊടുക്കട്ടെ കേട്ടോ. എന്നാ ആയിക്കോട്ടെ. ഇനി പോകുമ്പന്നേ 2 ദിവസം കൊണ്ട് ഭയങ്കര ഇതായിരിക്കും, ഷോ ആയിരിക്കും. എന്നാലും നല്ല മനുഷ്യന്മാരൊക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കേ, എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ അപ്പൊ നടക്കാം. ഒരു കട്ടൻ ചായ എടുത്തേ. എടാ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ, എന്നിട്ട് കൊണ്ടുതര ചായ. എനിക്ക് രാവിലെ ചായ കുടിച്ചാലേ പറ്റുള്ളൂന്നേ. നിക്കട ചെറുക്ക, ഇവരെ കൂടെ വലിയ ശല്യായല്ലോ. ദേഷ്യം പിന്നെ എനിക്ക് രാവിലെ ചായ നടുപ്പുറം നോക്കി ഞാൻ ചവിട്ടെടുക്കും. അയ്യോ, ഞാൻ പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പോ ചെയ്ത് എനിക്കൊരു സുഖം ഉണ്ടാവില്ല. സിനിമത്തെ സോറിട്ടോ, എന്താ വെച്ചാ ഞാൻ പറഞ്ഞ എനിക്ക് എന്തായാലും ചെയ്തല്ലേ പറ്റുമോ, അതുകൊണ്ടാ. എന്താ ശുക്കൂർ, എനിക്ക് തലക്ക് വട്ടാണോ? സോറി സിനിമത്ത, അതല്ല ഞാൻ പറഞ്ഞ കാര്യമല്ല. പിന്നെ ചെയ്ത് എനിക്ക് മനസ്സിന്ന് തളക്ക, അതുകൊണ്ടാട്ടോ. ആവശ്യമില്ലാതെ പറഞ്ഞ വാക്കുകൾ എല്ലാം പാലിക്കണം നിർബന്ധമൊന്നുമില്ലട്ടോ. സേനപതാത്ത എന്റെ കുപ്പായം നാശിക്കണമെന്നും തയ്ച്ചു തരുമോ? എടാ, ഞാൻ അടിച്ചു വാരാണ്, കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തരാ. സേനപതാത്ത ടാങ്കത്തെ വെള്ളം തീർന്നിക്കണോന്ന് അടിച്ചായിട്ട് എനിക്ക് കുളിക്കാൻ പോണം. വേഗം വേഗം. ദാ വരുന്നോ. അയ്യോ, കണ്ണില് പൊടി പോയല്ലോ. എടാ, കണ്ണ് പൊടി പോയിട്ടാണ് വരാൻ. അയ്യോ, ഇവന്റെ ഒരു അലക്കമല പറഞ്ഞ വാക്ക് പാലിക്കലാണ്ട് കുടുങ്ങിയിരിക്കണ മനുഷ്യന്. ആയിരം ചിരാതുകൾ ജീവ
എന്താണ് ആ ചെക്കനൊരു 4 ദിവസം വന്നപ്പോ എന്റെ പരിപ്പൊക്കെ എടുത്തോനി? അയ്യോ, അതൊന്നും പറയാതൊക്കെല്ല മോളെ. വേഗം അന്ന ദിവസം കുഴപ്പമില്ലേനോ, വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. പിന്നെ അതിന്റെ അടുത്ത ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം രാവിലെ നീച്ചിട്ട് എന്നോട് ചായ ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പറഞ്ഞത് അച്ചട്ടാ പാലിക്കും, അതിലൊന്നും ബുദ്ധിമുട്ടില്ല. നാട് ചവിട്ടി അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ചവിട്ടി അടിക്കും. അതാ അവന്റെ പ്രശ്നം. ഇങ്ങനെ പറ. ഞാൻ അപ്പളേ പറഞ്ഞതാ, അത്ര നല്ല മനുഷ്യന്മാരൊന്നും നാട്ടുകാരങ്ങനെ പറഞ്ഞിട്ടില്ല. അതാ പോ വിളിച്ചപ്പോത്തിന് വിളി കെട്ടിയില്ലെങ്കിലേ ചെല്ലൊന്നും മജ്ജത്തിരുന്നു. എന്താ മോനെ? നിങ്ങൾ ആ കൂട്ടുകാരത്തി കുൽസ്വാത്തിന്റെ ചാർജർ വാങ്ങിക്കൊണ്ടേറ്റ് ഇതുവരെ കൊണ്ടുവന്ന് തന്നിട്ട് എനിക്ക് പിരാന്ത് അളകുണ്ട് കേട്ടോ. എന്റെ കൈ കിട്ടിയ മജ്ജത്താക്കുന്നു പറഞ്ഞു. മജ്ജത്താക്ക് പറഞ്ഞ മജ്ജത്തന്നാക്കിയ പള്ളിക്കാട്ട് കിടക്കും. ഓടിക്കോടി പടച്ചോനെ. അമ്പു കൊണ്ടു കൊമ്പ് കുതരണ വമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത